എല്ലാത്തിനും കാരണം ഇവൾ ഒറ്റ എത്തിയ. അയ്യോ തൂക്കി നിൽക്കാതെ കുടത്തിന് വെള്ളം എടുത്ത് തളിക്കടി. ഒന്ന് തളിക്ക് പെട്ടെന്ന്. ഇവിടെ അല്ലേ ഒഴിക്ക്. എന്തൊക്കെയാ കാണിക്കുന്നത്? ഞങ്ങൾ ഇവിടെ പലതും ചെയ്യും. ഇത് വല്ലതും മഹേട്ടനോട് പറഞ്ഞ അപ്പുറത്തെ ഒരു കുഴിയെടുത്ത് നിന്നെ അതിൽ മൂടും. നോക്കി നിൽക്കാതെ കേറി പോടിയകത്ത്. ഞങ്ങൾ ഇവിടെ പലതും ചെയ്യും. ഇത് വല്ലതും മഹേട്ടനോട് പറഞ്ഞ അപ്പുറത്തെ ഒരു കുഴിയെടുത്ത് നിന്നെ അതിൽ മൂടും. കേസ് അടുത്ത മാസത്തേക്ക് നീട്ടിവെച്ചു. ഇനി മറ്റൊന്നിന്റെ പേരിലും അവളെ ബുദ്ധിമുട്ടിക്കാനോ വേദനിപ്പിക്കാനോ എനിക്ക് പറ്റില്ല. അത് നീ വിട്, ആ കാര്യം ഞാൻ നോക്കിക്കോളാം. പിന്നെ എന്തായി കാര്യങ്ങൾ? ഗംഗയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? അതൊന്നും പറയാത്തതാ ഭേദം. ഒരു വലിയ അപകടത്തിൽ നിന്നല്ലേ അവള് രക്ഷപ്പെട്ടത്. അതെ, എന്തോ ഭാഗ്യം കൊണ്ട് തന്നെയാ അത് ചെറിയ രീതിയിൽ തട്ടിമാറിപ്പോയത്. വണ്ടിക്കകത്ത് വെച്ച് തീ പിടിക്കാന്ന് വെച്ചാ ആ അത്ര നിസാര കാര്യമാണോ? എല്ലാം അവളുടെ ശ്രീമഹേശ്വരന്റെ അനുഗ്രഹം തന്നെയാ. പക്ഷേ എനിക്ക് ആ കാര്യത്തിലും നകുലിന് സംശയമുണ്ട്. മൊത്തത്തിലുള്ള അവന്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ ഒരു കല്ല് കടിക്കുന്നുണ്ട്. അത് ശരിയാ, പക്ഷേ അവനാണ് ഗംഗയെ രക്ഷിച്ചെന്നല്ലേ നീ പറഞ്ഞത്? അതെ, അതിൽ അവന് പൊള്ളലും പറ്റിയിട്ടുണ്ട്. ഒന്നുകിൽ അവനൊരു പാവാണ്, നല്ല മനുഷ്യൻ, അതല്ലെങ്കിൽ പഠിച്ച കള്ളൻ. ഒന്നിനും ഒരു ഉറപ്പുമില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ സൂക്ഷിച്ചേ മതിയാവും. അതെ, പക്ഷേ അവൻ ഗംഗയെ തന്നെ ലക്ഷ്യം വെച്ചതിന്റെ കാര്യമാണ് അറിയേണ്ടത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗംഗയ്ക്ക് നിന്റെ വീട്ടിൽ മാത്രമേ ശത്രുക്കളുള്ളൂ. അങ്ങനെയായാൽ ഈ നകുലിന്റെ പിന്നിലും അവരാരെങ്കിലും ആയിരിക്കൂ. നീ പറഞ്ഞോക്ക് ശരിയാ. പക്ഷേ നമ്മൾ കരുതും പോലെ ബോംബെക്കാരുമായിട്ട് അവന് ബന്ധമുണ്ടെങ്കിൽ അവനൊരു ലോക്കൽ ഗുണ്ടായിസം സെറ്റപ്പ് ആവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങും പ്രായമായ ഒരു മുത്തശ്ശി മാത്രമുള്ള അനാഥ പെൺകുട്ടിയെ, അങ്ങനെയുള്ള പെൺകുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ആളുകളും ഉണ്ടല്ലോ. അതിൽപ്പെട്ടതാണെങ്കിലോ ഈ നകുല്. നീ പറഞ്ഞതിലും സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൈലാസമായിട്ട് ബന്ധമുണ്ടെന്നറിഞ്ഞപ്പോ അവൻ പിന്മാറിയേനെ, ഇല്ലേ? അതും ശരിയാ. ഇപ്പോഴും പിടികിട്ടാത്തൊരു വ്യക്തിത്വം തന്നെയാ നകുല്. ഒരുപക്ഷെ അവൻ അവന്റെ കഥയിലെ പോലെ നല്ലവനും ആകാം. തെറ്റുപറ്റാത്ത ആളുകളില്ലല്ലോ. പറ്റിയ തെറ്റുകളിൽ പശ്ചാത്തപിച്ച് നല്ലൊരു ജീവിതം ആഗ്രഹിച്ച് നടക്കുന്നവനാവാനും വഴിയുണ്ടല്ലോ. ഏതായാലും അവന്റെ പിന്നിലെ സത്യം കണ്ടെത്തിയേ മതിയാവൂ.